നടുക്കത്തെ ലൈനിൽ തുടർച്ചയായി വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ ലൈനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ഓവർടേക്കിംഗ് ആണോ? വാഹനം എല്ലായ്പ്പോഴും മാക്സിമം സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിൽ ഒരു ലൈനിൽ നമുക്ക് 10 വാഹനങ്ങളെ ഓടിക്കാൻ കഴിയുള്ളൂ. സെൻട്രൽ ഭാഗത്തുള്ള റിയർ മിററിലൂടെ പൂർണ്ണമായും കാണുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ മിഡിൽ ലൈനിലേക്ക് മാറാവുള്ളൂ. ഹലോ, നമസ്കാരം. ഐ ഡ്രൈവ് സേഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിറച്ച് 6 ലൈൻ ഹൈവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നതിനെപ്പറ്റി കുറേ വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ വരുന്ന വാർത്തകളിലുള്ള അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഒരു 6 വരി പാത, അതായത് ഒരു ഡയറക്ഷനിൽ നമുക്ക് 3 ലൈൻ ഉണ്ട്. അവിടെ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം? അവർ പറയുന്നത് ഒരു ലൈനിൽ കൂടി ഹെവി വാഹനങ്ങൾ പോവുക, നടുക്കത്തെ ലൈനാണ് വണ്ടി ഓടിക്കാനുള്ളത്, മൂന്നാമത്തെ ലൈൻ ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് എന്നാണ്. അത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. അതിലൊരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. നിലവിൽ നമുക്ക് 2 ഡോക്യുമെന്റ് ഉണ്ട്, സർക്കാരിന്റെ ഡോക്യുമെന്റ്. ഒന്ന് ഒരു മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിൽ എങ്ങനെ വാഹനം ഓടിക്കുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും നിയമം പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് എപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതൊരു ഇന്റൻഷൻ ഓഫ് ലോ മേക്കിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കാതെ ഈ നിയമത്തെ പല ആളുകളും ഇന്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. മറ്റൊരു കാര്യം, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിലാണ് ഓരോ വർഷവും നമ്മളുടെ ഒരു കമ്മിറ്റി കൂടുകയും അതിൽ എന്തെല്ലാം സിഗ്നലുകൾ വരണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത്. ഗൈഡ് ലൈൻ ഫോർ പ്രൊവിഷൻസ് ഓഫ് എക്സ്പ്രസ് വേ ആൻഡ് നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ 2013 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഗാൻട്രി സൈനേജുകളിലും മൂന്നാമത്തെ ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് എന്നാണ്. ഒരുപക്ഷെ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടായിരിക്കും ആളുകൾ ഈ മൂന്നാമത്തെ ലൈൻ ഓവർടേക്കിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിതിന്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് സ്കോട്ട്ലൻഡിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന ഒരു ഹൈവേ ആണ്. അപ്പൊ ഇതില് 3 ലൈനുണ്ട്. മൂന്നാമത്തെ ലൈനിൽ വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മൂന്നാമത്തെ ലൈൻ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടാൽ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം മൂന്നാമത്തെ ലൈൻ ഓവർടേക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്താണ് ഓവർടേക്കിംഗ്? അത് തന്നെ കൺഫ്യൂസിംഗ് ആണ്. നടുക്കത്തെ ലൈനിൽ തുടർച്ചയായി വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ ലൈനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ഓവർടേക്കിംഗ് ആണോ? അതാണ് അവിടുത്തെ ചോദ്യം. പുതിയ ഹൈവേകളിൽ പറയുന്ന സ്പീഡ് 100 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും, അതായത് മിഡിൽ ലൈനിലും റൈറ്റ് സൈഡിലെ ലൈനിലും. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം 100 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരുന്നാൽ റൈറ്റ് സൈഡിലുള്ള മൂന്നാമത്തെ ലൈൻ ഓവർടേക്കിങ്ങിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും വീഡിയോ ഇടുന്നത്. അതിന് പ്രധാനമായുള്ള കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അതിലെപ്പോഴും വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നേ ഓടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹൈവേയിൽ വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം എല്ലായ്പ്പോഴും മാക്സിമം സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ്. ആ വാഹനത്തിന്റെ ആ ഹൈവേയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗതയിൽ വണ്ടി ഓടിക്കുക. നമ്മുടെ അറിവനുസരിച്ച് 100 കിലോമീറ്റർ ആണ് ഇപ്പോഴുള്ള സ്പീഡ്. അത് ചിലപ്പോൾ ഇനിയും കൂടും. അപ്പൊ എല്ലാ വാഹനങ്ങളും 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചുകൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ 5% കുറയ്ക്കാം. അതിൽ കൂടുതൽ സ്പീഡ് കുറയാൻ പാടില്ല. ഹൈവേയിൽ വാഹനം ഓടിക്കുന്നത് എളുപ്പമല്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരിമാരെല്ലാം ഹോസ്പിറ്റലിൽ നഴ്സസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾ ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഹൈവേയിലേക്ക് കയറുന്നതും ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും ഈ വാഹനം അതേ സ്പീഡിലായിരിക്കണം. 100 കിലോമീറ്റർ സ്പീഡ്, അവിടെ 70 മൈലാണ് സ്പീഡ്. 70 മൈൽ എന്ന് പറയുന്നത് 115 കിലോമീറ്റർ സ്പീഡ് വരും. അപ്പൊ 70 മൈൽ സ്പീഡിൽ തന്നെ നമ്മൾ പരമാവധി ഹൈവേയിലേക്ക് എൻ്റർ ചെയ്യണം. എക്സിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ. എക്സിറ്റ് ചെയ്തതിന് ശേഷമാണ് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കേണ്ടത്. ഇത് നല്ല സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പരമാവധി എനിക്ക് പറയാനുള്ളത്, ഹൈവേയിലേക്ക് വണ്ടി കയറ്റുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിൽ കോമ്പിറ്റൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹൈവേയിൽ മാക്സിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹൈവേയിൽ സുരക്ഷിതമായ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക 2 വാഹനങ്ങൾ തമ്മിൽ. നമ്മൾ വാഹനങ്ങൾ തമ്മിൽ മിനിമം ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു വാഹനം ഒരു പോയിന്റിനെ കവർ ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പോയിന്റിൽ എത്താവുള്ളൂ. അതിന് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട റോഡ് സേഫ്റ്റി റൂളാണ്, സേഫ് ഡിസ്റ്റൻസ്. അപ്പൊ ഈ സേഫ് ഡിസ്റ്റൻസ് 3 സെക്കൻഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി 1 സെക്കൻഡിൽ 28 മീറ്റർ യാത്ര ചെയ്യും.
വണ്ടിയുടെ നീളം കൂടി കൂട്ടണം. അപ്പോൾ ഒരു 32 മീറ്റർ ആവും. അപ്പോൾ നമ്മൾ 3 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ 100 മീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിൽ ഒരു ലൈനിൽ നമുക്ക് 10 വാഹനങ്ങളെ ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ 2 ലൈൻ ഉപയോഗിച്ചാൽ സംഭവിക്കും, ഒരു ലൈനിലൂടെ നമുക്ക് 1 കിലോമീറ്ററിൽ 10ഓ 15ഓ വണ്ടികൾക്കാണ് ഒരേ സമയം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നതെങ്കിൽ 2 ലൈൻ ഉണ്ടെങ്കിൽ ആ 15 വണ്ടിയുടെ സ്ഥാനത്ത് നമുക്ക് 30 വണ്ടിയാക്കാൻ പറ്റും. 3 ലൈൻ ഉണ്ടെങ്കിൽ അവ 45 വണ്ടികൾ ആക്കാൻ പറ്റും. അപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ലൈനുകളുടെ എണ്ണം കൂടുന്നത് എല്ലാ ലൈനിലും യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ സ്പെഷ്യൽ വെഹിക്കിളോ എമർജൻസി വെഹിക്കിളോ പോകാൻ വേണ്ടി ഒന്നും മാറ്റിയിടാനുള്ള ഒരു ലൈൻ അല്ല റൈറ്റ് സൈഡ് ലൈൻ. പക്ഷേ മിഡിൽ ലൈൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ലൈൻ ഹോൾഡ് ചെയ്യരുത്. അതാണ് കൃത്യമായ നിയമത്തിൽ പറയുന്നത്. നമ്മൾ റോഡിൽ കൂടി ആ വാഹനം ഓടിക്കുന്നു, എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ ഹെവി വെഹിക്കിൾ മാത്രമല്ല ഓടേണ്ടത്. പലരും ഹെവി വെഹിക്കിൾ എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഓട്ടോറിക്ഷ, 2 വീലർ ആൻഡ് 2 വീലർ മോട്ടോർ വെഹിക്കിൾ ആക്ടൻസ് 70 കിലോമീറ്റർ സ്പീഡിലാണ് ഇന്ത്യയിൽ ഓടിക്കാവുള്ളൂ. ഒരു ലൈനിന്റെ പരമാവധി സ്പീഡ് എന്ന് പറയുന്നത് ആ ലൈനിൽ കൂടി പോകുന്ന സ്ലോവസ്റ്റ് കാറിന്റെ സ്പീഡാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിന്റെ പുറകെ പോകുന്ന മുഴുവൻ വണ്ടികൾക്ക് 30 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. ഓവർടേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ മിഡിൽ ലൈനിലാണ് വാഹനങ്ങൾ പോകുന്നത്. മിഡിൽ ലൈനിലും ഈ റൈറ്റ് സൈഡിലെ ലൈനിലും മോട്ടോർ വെഹിക്കിൾ നിയമത്തിലും നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചും പറയുന്നത് നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാവുന്നതാണ്. അപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2000 വണ്ടികൾ ഒരു മണിക്കൂറിൽ പാസ് ചെയ്യുന്ന കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിൽ പോകുന്ന സ്ലോ മൂവിങ് വാഹനക്കാരന് ഒരിക്കലും മിഡിൽ ലൈനിലേക്ക് കയറാൻ പറ്റില്ല ഓവർടേക്ക് ചെയ്യാൻ. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് UK ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത വീഡിയോ ആണ്. നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യേണ്ട പ്രൊസീജിയർ അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. നമ്മളുടെ മുമ്പിലുള്ള വണ്ടിക്ക് വളരെ മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ ലൈനിലേക്ക് മാറണം. അതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിന്റെ നമ്മളുടെ ഒത്തിരി പുറകിൽ റൈറ്റ് സൈഡിൽ വണ്ടിയില്ലെന്ന് ഉറപ്പാക്കണം. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറിയതിന് ശേഷം ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കുറേ ദൂരം മുന്നോട്ട് പോയി അതിന്റെ സിമ്പിൾ ടെക്നിക് ഉണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്ത വണ്ടിയെ നമ്മളുടെ കാറിന്റെ അകത്ത് സെൻട്രൽ ഭാഗത്തുള്ള റിയർ മിററിലൂടെ പൂർണ്ണമായും കാണുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിഡിൽ ലൈനിലേക്ക് മാറാവുള്ളൂ. അപ്പോൾ മിനിമം ഒരു 100-200 മീറ്റർ ക്രോസ് ചെയ്യണം. അത്രയും ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈനിലേക്ക് മാറാവുള്ളൂ എന്നുള്ളതാണ് സേഫ്റ്റി റൂള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 200 മീറ്റർ ഗ്യാപ്പിൽ മിഡിൽ ലൈനിൽ വേറെ വാഹനം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പൊ മിഡിൽ ലൈനിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾക്ക് നമ്മുടെ റൈറ്റ് സൈഡിലെ വാഹനം ഓടിക്കാം. അതിന് നമുക്ക് റൈറ്റ് സൈഡിൽ വണ്ടി ഹോൾഡ് ചെയ്യാം. പക്ഷെ മിഡിൽ ലൈനിൽ വാഹനം തികച്ചും ഇല്ലാണ്ട് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും റൈറ്റ് സൈഡിൽ വണ്ടി ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത് ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അത് വണ്ടി ഓടിക്കുന്ന ആളുടെ ഒരു ഡിസ്ക്രിപ്ഷണൽ പവറും കൂടിയാണ്. മിഡിൽ സൈഡിൽ നമ്മൾ കുറേ ദൂരം ഒരു വണ്ടി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് ഏകദേശം സ്പീഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആ വണ്ടി നമ്മുടെ വണ്ടിയേക്കാൾ സ്പീഡ് കുറവിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ 100 കിലോമീറ്റർ അനവധികമായ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ 100-ൽ തന്നെയാണ് പോകുന്നത്. മിഡിൽ ലൈനിലെ വണ്ടി 100-ൽ തന്നെയാണ് പോകുന്നത്. നമ്മൾക്ക് റൈറ്റ് സൈഡിലെ ലൈനിൽ കൂടി തന്നെ വാഹനം ഓടിക്കാം. ഇടത് വശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് വളരെ അൺസേഫ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൂടി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും ഈ മിഡിൽ ലൈൻ ഫ്രീ ആണെങ്കിൽ റൈറ്റ് സൈഡിലൂടെ ഓവർടേക്കിന് ശേഷം വീണ്ടും മിഡിൽ ലൈനിലേക്ക് മാറാൻ പറയുന്നത്. കാരണം മിഡിൽ ലൈനിൽ കൂടി ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഒരു വണ്ടിനേക്കാൾ സ്പീഡിൽ ഒരു വണ്ടി പോകരുത്. അത് അൺസേഫ് ആണ്. അപ്പൊ മിഡിൽ ലൈൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ മിഡിൽ ലൈനിലേക്ക് മാറ്റുക. ഓവർ സ്പീഡ് വന്നവൻ റൈറ്റ് സൈഡ് കൂടി കയറി പോകും. അതർവൈസ് സെൻട്രൽ ലൈനിൽ ആവശ്യമുള്ള വണ്ടികളുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് റൈറ്റ് സൈഡിലെ ട്രാക്കിൽ വാഹനം ഓടിക്കാം, ഒരു കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിലെ റോഡ് ഹെവി വെഹിക്കിൾസിന് മാത്രമുള്ളതല്ല, സ്ലോയിൽ പോകുന്ന എല്ലാ വണ്ടികൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഹൈവേയിൽ വേണ്ട ശക്തമായി വരേണ്ട ഒരു നിയമം ഈ മിഡിൽ ലൈനിലും റൈറ്റ് സൈഡിലെ ലൈനിലും അത് ഫാസ്റ്റ് ട്രാക്ക് ആണ്. അത് 100 കിലോമീറ്റർ സ്പീഡിലാണ് അവിടെ വണ്ടി ഓടുന്നതെങ്കിൽ തക്കതായ കാരണം ഇല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ താഴെ അവിടെ വണ്ടി ഓടിക്കരുത് എന്നാണ് നിയമം കൊണ്ടുവരുന്നത്. അതിനൊരു മിനിമം സ്പീഡ് ലിമിറ്റ് വെക്കുക. പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ അബുദാബി ദുബായ് ഒരു പുതിയ ഹൈവേ ഉണ്ട്. അവിടെ ഈ ഫാസ്റ്റ് ട്രാക്കിൽ മിനിമം സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്തതിൽ കടുത്ത ശിക്ഷയാണ്. ഞാൻ എമൗണ്ട് പറഞ്ഞു വെച്ചാൽ ഹ്യൂജ് മണി. ചില ആളുകൾ വളരെ സ്ലോയിൽ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അത് ചിലപ്പോൾ കാറുകാരായിരിക്കും. അവർക്ക് ആർക്കും അവിടെ സ്ലോയിൽ വണ്ടി ഓടിക്കാൻ അധികാരമില്ല. സ്ലോയിൽ പോകുന്ന ആളുകൾ എപ്പോഴും എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാക്ക് ഉള്ളത് സങ്കല്പിച്ചുകൊണ്ട് അതിലെ വണ്ടി ഓടിക്കുക. 100 കിലോമീറ്റർ സ്പീഡിൽ തന്നെ സെൻട്രൽ ലൈനിലും റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുക. റൈറ്റ് സൈഡിൽ വാഹനം ഓടിക്കുന്നവർ മിഡിൽ ലൈൻ എംറ്റി ആക്കി ഇട്ടുകൊണ്ട് റൈറ്റ് സൈഡിലെ വണ്ടി ഹോൾഡ് ചെയ്യരുത്. അത് നിയമവിരുദ്ധമാണ്. നമ്മൾ മിഡിൽ ലൈനിൽ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് മാറ്റുക. ലെഫ്റ്റ് സൈഡ് അവിടെ ഫ്രീ ആയി കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും കിറുക്കന്മാരോ
അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വണ്ടി വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ പൊക്കോട്ടെ. നാഷണൽ ഹൈവേയിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന സൈനേജുകൾ, അതിന്റെ ടെക്നിക്കുകൾ, എങ്ങനെയാണ് നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, ഓരോ ലൈനുകളുടെ അർത്ഥം എന്താണ്, നല്ല കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ റോഡിൽ വണ്ടി ഓടിക്കുന്ന പോലെ അല്ല നാഷണൽ ഹൈവേയിൽ വണ്ടി ഓടിക്കേണ്ടത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനലിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡിലൂടെ വണ്ടി ഓടിക്കാൻ സാധ്യതയുള്ള ആളുകളെ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.